ഹായ് ഹലോ വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേറ്റിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണല്ലേ? അപ്പൊ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ. എല്ലാവർക്കും വിജയാശംസകൾ. നന്നായി പോയി പരീക്ഷ എഴുതാൻ കഴിയട്ടെ, നല്ല മാർക്ക് കരസ്ഥമാക്കാൻ കഴിയട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാം. സോ നമ്മൾ ഏതൊരു കാര്യവും തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു പരീക്ഷയെ കുറിച്ച് ഉള്ള വ്യക്തമായ ധാരണ വേണം അല്ലേ? അതായത് എന്താണ് ആ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, എന്താണ് അതിന്റെ സിലബസ്, ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണം, ഓരോന്നിന്റെയും വെയിറ്റേജ് എത്രയൊക്കെയാണെന്നുള്ള വ്യക്തമായ ധാരണ നമുക്കൊരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ ആവശ്യമായിട്ടുള്ളതാണ്. ശരിയല്ലേ? സോ കേറ്റിറ്റ് 3 പരീക്ഷയ്ക്ക് നമുക്കറിയാം മൊത്തത്തിൽ 150 മാർക്കിനാണ് പരീക്ഷ. അതിൽ 80 മാർക്കിന് നമ്മുടെ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ SS ആണെങ്കിൽ SS ആണ്, മാത്സ് ആണെങ്കിൽ മാത്സ് ആണ്, ഓക്കെ, എന്താണ് കെമിസ്ട്രി ഫിസിക്സ് ആണെങ്കിൽ അതാണ്. നമ്മുടെ സബ്ജക്റ്റ് ആണ് 80 മാർക്കിനുള്ളത്. ബാക്കി വരുന്നതിൽ 40 മാർക്ക് നമുക്ക് സൈക്കോളജിക്കും 30 മാർക്ക് നമ്മുടെ ലാംഗ്വേജിനും ഉണ്ട്. നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മലയാളം ഓപ്റ്റ് ചെയ്യാം. ഇഷ്ടമുള്ള വിഷയം, നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം ഓപ്റ്റ് ചെയ്യാം. അതിനാണ് 30 മാർക്ക്. അപ്പൊ എങ്ങനെയാണ് 150 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നത്? 80, 40, 30. ഓക്കെ, അതില് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി OMRലും കറുപ്പിക്കുക. നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല, അറിയാം. അപ്പൊ എഴുതുമ്പോ എത്രയാ? നമ്മള് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90 മാർക്കിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ജയിക്കും. നമുക്ക് ഓൾറെഡി എക്സാം എഴുതി തീരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ജയിക്കും ഇല്ലെന്ന്. PSC പോലെ അല്ല കേറ്റിട്ട്. സോ നിങ്ങൾക്ക് തന്നെ വന്നിട്ട് ശരിയാണ് 90 മാർക്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ് ജയിക്കും. ഇനി ബാക്കി കാറ്റഗറിക്ക്, ജനറൽ അല്ലാത്ത ബാക്കിയുള്ള OBC മറ്റ് കാറ്റഗറികൾക്കൊക്കെ 80 മാർക്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ് ജയിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ 90 മാർക്കിൽ കൂടുതൽ അല്ല 100 മാർക്കിൽ കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അത്രയ്ക്ക് സിമ്പിൾ ആണ്, വലിയ പാടൊന്നുമില്ല. നിങ്ങൾ വലിയൊരു ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാമിന് പോകുന്ന ആ ഒരു പ്രതീതി, ആ ഒരു അത്രയും ടെൻഷൻ ഒന്നും വേണ്ട. നമുക്ക് കേട്ടിട്ട് സിമ്പിൾ ആണ്. നിങ്ങൾ ഇത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പിയർ ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് കിട്ടും, കേട്ടിട്ട് സിമ്പിൾ ആയിട്ട് പാസ്സാവും. ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സൈക്കോളജിയാണ്. നമുക്ക് 40 മാർക്കാണ് സൈക്കോളജിക്കുള്ളത്. സോ ഈ 40 മാർക്ക് നമ്മുടെ സെം 1, 2, 3, 4 4 സെമ്മിലും കൂടെ ഉള്ള സൈക്കോളജി ആണ് കേട്ടോ. എല്ലാം കൂടിയാണ് നമുക്ക് ഈ 40 മാർക്കിന് ചോദിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാൻ. നമുക്കറിയാം, നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് സൈക്കോളജിയിൽ പഠിക്കാനുള്ളതിനുള്ള ഒരു ഇൻട്രോ നമുക്ക് സൈക്കോളജിയെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ കേറ്റിട്ട് 3യുടെ സിലബസ് ആണ്. നോക്കൂ, പേപ്പർ സൈക്കോളജി പേപ്പർ ആണ്. മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു സൈക്കോളജിക്ക് എത്ര മാർക്കാണ്? സൈക്കോളജിക്ക് 40 മാർക്കാണ്. 40 മാർക്കിനെ തന്നെ അവർ സൈക്കോളജിയിൽ 3 കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ അഡോളസെന്റ് സൈക്കോളജി ആണ്. അഡോളസെൻസ് എന്ന് വെച്ചാൽ അറിയാലോ, അഡോളസെന്റ് കൊച്ചുകുട്ടികളിൽ ചൈൽഡ് സൈക്കോളജിയിൽ നിന്നുള്ള 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ എന്താണ് അഡോളസെൻസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കുന്ന കേസുകളാണ് കൂടുതലുള്ളത്. പ്രോബ്ലംസ്, അഡോളസെൻസിന്റെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ എന്താ ഡെവലപ്മെന്റ് തിയറി ഉണ്ട്. പിയാഷയുടെയും ബ്രൂണറിന്റെയും ഫ്രെഡിന്റെയും ഒക്കെ ഡെവലപ്മെന്റൽ തിയറീസ് പഠിക്കാനുണ്ട്. കോൾബർഗ് ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കേണ്ടതേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ ഓർമ്മ ഒന്ന് പൊടി തട്ടി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അടുത്ത രണ്ടാമത് വരുന്ന 15 മാർക്കിനാണ് കേട്ടോ. 15 മാർക്കിന് വരുന്നത് ഫുള്ള് തിയറീസ് ആണ്. എന്താണ്? തിയറീസ് ഓഫ് ലേണിംഗ് ആണ് അവിടെ പഠിക്കാനുള്ളത്. തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പം കുറച്ച് കാര്യങ്ങൾ, കുറച്ച് തിയറീസ് ആണ് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? നമ്മുടെ വൈഗോട്സ്കിയുടെയും ഓസ്ബലിന്റെയും ഗാഗ്നിയുടെയും ഗെസ്റ്റാൾട്ടിസം ഒക്കെ നമുക്ക് അറിഞ്ഞൂടെ. പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, പാവ്ലോ, ട്രയൽ ആൻഡ് എറർ തിയറി ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ വരുന്ന തിയറീസ് നമ്മുടെ സെക്കൻഡ് സെമ്മിലാണ് ഇത് കൂടുതലും. നമ്മൾ ഈ തിയറീസ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ സെക്കൻഡ് സെമ്മിലെ കേസുകളാണ്. നമ്മുടെ ലേണിങ്ങിനെ കുറിച്ച്, മോട്ടിവേഷനെ കുറിച്ച്, പിന്നെ ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ്, അതൊക്കെ എവിടെയാ വരുന്നത്? നമ്മുടെ സെക്കൻഡ് സെമ്മിലും ഫസ്റ്റ് സെമ്മിലും ആയിട്ടുള്ള കേസസ് ആണ്. അതാണ് നമ്മുടെ തിയറീസ് ഓഫ് ലേണിംഗിൽ ഒരു 15 മാർക്കിനോളം ആ ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സിമ്പിൾ ആണ്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ, നമുക്ക് പഠിക്കാം. ഓക്കെ, അത് ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ പെഡഗോഗിയാണ്. അതായത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലും നമ്മൾ പഠിച്ചതാണ് ടീച്ചറിന്റെ റോള്, പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ്, പേഴ്സണാലിറ്റി എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ടീച്ചർ, എങ്ങനെയാ പഠിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ടീച്ചിങ്ങിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ നമ്മുടെ പെഡഗോഗി സെക്ഷനാണ് 3ാമത്തെ സെക്ഷനിൽ വരുന്നത് 15 മാർക്കിന്. അങ്ങനെ ഈ 15ഉം 15ഉം 10ഉം അങ്ങനെ മൊത്തത്തിൽ 40 മാർക്കിനാണ് നമ്മുടെ സൈക്കോളജിയുടെ സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 40 മാർക്കും വളരെ ഓർഡറിൽ പഠിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തമായി പഠിക്കുകയാണെങ്കിൽ നമുക്ക്
മേടിക്കാൻ പറ്റുന്ന മാർക്കാണ്. സോ ആരും ഈ ഒരു 40 മാർക്ക് മിസ് ചെയ്യരുത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്താ മടി പിടിച്ചിരിക്കാതെ കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ച കേസുകളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്ന് പൊടി തട്ടി എടുത്താൽ മതി. സോ എന്ത് ചെയ്യാം, നമുക്ക് സൈക്കോളജി പഠിക്കാം. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ. ഇപ്പൊ സൈക്കോളജി പഠിക്കുമ്പോ ആദ്യം തന്നെ നമുക്ക് എന്താണ് സൈക്കോളജി, ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷനിലൂടെ തുടങ്ങാം അല്ലെ. സൈക്കോളജി എന്താണ്, എന്തൊക്കെയാണ് സൈക്കോളജിയിൽ ഉള്ളത് എന്നുള്ള ഒരു ഇൻട്രോഡക്ഷനിലൂടെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സൈക്കോളജി, നമുക്ക് അറിയാന്നുള്ള കേസ് തന്നെയാണ് അല്ലെ. സൈക്കോളജി അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ മനഃശാസ്ത്രം എന്ന് പറയും. മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് ചില അസംഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. നിങ്ങൾ ആദ്യമായിട്ട് BEd പോകുമ്പോൾ പഠിക്കുന്ന കാര്യമാണ് എന്താണ് സൈക്കോളജി. നമ്മളിപ്പം സൈക്കോളജി നമുക്ക് അറിയാന്നുള്ള കേസല്ലേ, ഇപ്പൊ നമ്മൾ പഠിച്ചു വന്ന ഒരു കാര്യമല്ല സൈക്കോളജി അല്ലെ. നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല സൈക്കോളജി. ചിലവർക്കൊക്കെ പഠിക്കാനുണ്ട് +1 +2 എന്നാലും മെജോറിറ്റി ആൾക്കാരും സൈക്കോളജി വേറെ വിഷയമൊക്കെയാണ് പഠിച്ചു വന്നവർ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കേസാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത്. പക്ഷെ സംഭവം സിമ്പിൾ ആണ് അല്ലെ. പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം സൈക്കോളജി കുഞ്ഞാണ്, നല്ല രസമാണ്, ഇഷ്ടപ്പെട്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആസ് എ ടീച്ചർ നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ സൈക്കോളജിയിൽ വന്നിട്ടുള്ളത് അല്ലെ. കുട്ടികളുടെ കാര്യങ്ങളെല്ലാം അറിയേണ്ടതാണ്. സോ സൈക്കോളജി. ഓക്കെ, അപ്പൊ സൈക്കോളജി എന്താണെന്നുള്ളതിന്റെ കുറെ സജഷൻസ് ഒക്കെ ഒരുപാട് ആൾക്കാർ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സൈക്കോളജി. ദ വേർഡ് സൈക്കോളജി കംസ് ഫ്രം 2 words, സൈക്കി ആൻഡ് ലോഗോസ്. അതായത് സൈക്കി അല്ലെങ്കിൽ ലോഗോസ്, ഈ 2 വാക്കിൽ നിന്നാണ് സൈക്കോളജി എന്ന വാക്ക് ഡിറൈവ് ചെയ്തേക്കുന്നത്. ഓക്കെ, എന്താണ് സൈക്കി എന്ന വാക്കിന്റെ മീനിങ്? സൈക്കി മീൻസ് സോൾ ആണ് ആൻഡ് ലോഗോസ് മീൻസ് സയൻസ്. അപ്പൊ എന്താണ് സൈക്കോളജി എന്ന് വെച്ചാൽ സയൻസ് ഓഫ് സോൾ അല്ലെങ്കിൽ സോൾ ഓഫ് സയൻസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, സൈക്കോളജിയെ പറയാം. ഓക്കെ, അപ്പൊ സൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അതിന്റെ മീനിങ് പറയുമ്പോൾ ദ സയൻസ് ഓഫ് സോൾ, ഹെൻസ് സൈക്കോളജി കംസ് ടു മീൻ സയൻസ് ഓഫ് സോൾ. അതാണ് ഫസ്റ്റ് വൺ. അപ്പൊ ആദ്യകാലങ്ങളിൽ നമ്മുടെ ആൾക്കാരായിട്ടുള്ള ഡെമോക്രാറ്റസും പ്ലേറ്റോയും, നമുക്കറിയാലേ ഡെമോക്രാറ്റസും പ്ലേറ്റോയും എന്നൊക്കെ പറയുന്നത് ആൻഷ്യന്റ് ടൈമിലുള്ള ആൾക്കാരാണ്, പണ്ട് കാലത്തെ ആൾക്കാരാണ്. അവര് അരിസ്റ്റോട്ടില്, ഡെമോക്രാറ്റസ്, പ്ലേറ്റോ, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഡെമോക്രാറ്റസ്, പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ, ഇവരൊക്കെ എന്താ പറഞ്ഞതെന്ന് അറിയോ? സൈക്കോളജി എന്ന് പറയുന്നത് ഇസ് ദ സയൻസ് ഓഫ് സോൾ, ആത്മാവിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നാണ് ആ കാലഘട്ടത്തിലുള്ള നമ്മുടെ ഡെമോക്രാറ്റസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ പറഞ്ഞത്. എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് സോൾസ്, ആത്മാവിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നാണ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അത് അത്രമാത്രം ശരിയാണോ? നമുക്ക് സൈക്കോളജി ഒരാളെ കുറിച്ച് പറയുമ്പം അയാളുടെ ആത്മാവിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അയാളുടെ ആത്മാവ് എന്നുള്ള ഒരു കൺസെപ്റ്റേ ഇപ്പൊ ഇല്ലല്ലേ. അപ്പൊ ആത്മാവിനെ നമുക്ക് മെഷർ ചെയ്യാനോ കാണാനോ പറ്റില്ല. സോ നമുക്ക് അത് വെച്ച് ഒരാളുടെ സൈക്കോളജിയെ കുറിച്ച് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരാളുടെ പെരുമാറ്റത്തിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഒരാൾ ഇന്ന ആളാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ സയൻസ് ഓഫ് സോൾ എന്നുള്ള ആ ഒരു സജഷൻസ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, അത് തെറ്റായ ധാരണയിലോട്ട് പോയി. അത് ശരിയല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെഫിനിഷൻ നമുക്ക് സൈക്കോളജിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വാദത്തിലേക്ക് പോയി. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് വന്നതാണ് ആസ് ദ സയൻസ് ഓഫ് മൈൻഡ്. മൈൻഡിന്റെ മനഃശാസ്ത്രമാണ് അല്ലെങ്കിൽ മനസ്സിന്റെ ശാസ്ത്രമാണ്. ആദ്യം ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് പറഞ്ഞത്. പിന്നെ കുറച്ചു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ പറഞ്ഞു, അവരെന്താ പറഞ്ഞേ, ആത്മാവിന്റെ അല്ല, ആത്മാവിനെ നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ ആത്മാവിന്റെ ശാസ്ത്രമല്ല സൈക്കോളജി, മറിച്ച് എന്തിന്റെ ശാസ്ത്രമാണ്? സയൻസ് ഓഫ് മൈൻഡ് ആണ്, മനസ്സിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നുള്ള ആ ഒരു ധാരണയിലേക്ക് എത്തിയത്. ആരാ പറഞ്ഞത്? നമ്മുടെ കാന്റ് എന്ന് പറയുന്ന ആളാണ് കേട്ടോ. ഇമ്മാനുവൽ കാന്റ്. കാന്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഡെമോക്രേറ്റസ്, ഡെസ്കാർട്ടയും ഇമ്മാനുവൽ കാന്റുമാണ് പറഞ്ഞത് സൈക്കോളജി എന്ന് പറയുന്നത് മനസ്സിന്റെ ശാസ്ത്രമാണ്, അല്ലാതെ എന്തല്ല, ആത്മാവിന്റെ ശാസ്ത്രമല്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ പഠിക്കാൻ പറ്റാത്തത് പോലെ തന്നെ, അല്ലെങ്കിൽ ആത്മാവിനെ വീക്ഷിക്കാൻ കഴിയാത്തത് പോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ വീക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മനസ്സിനെ എടുത്ത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? പഠിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ആത്മാവ് പോലെ തന്നെയാണ് ഒരാളുടെ മനസ്സും, അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ വെച്ച് നമുക്ക് സൈക്കോളജിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് വീണ്ടും എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം ഉടലെടുത്തു. ഓക്കെ, സോ എന്ത് ചെയ്തു? സോളിനെ പോലെ തന്നെ മൈൻഡും നമുക്ക് ഒരിക്കലും അതിനെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇന്നതാണ് മൈൻഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
അതിനെക്കുറിച്ച് നമുക്ക് സക്സസ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. സോ അതും അങ്ങനെ ഒരു ഡെഫിനിഷനും എന്തായിപ്പോയി, വാനിഷ് ആയിപ്പോയി, ഡിസ്കാർഡ് ചെയ്തു. അടുത്ത മൂന്നാമത് വന്നതെന്ന് വെച്ചാൽ ആസ് ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ ബോധമണ്ഡലത്തിന്റെ, കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ എന്താ, ബോധ മനസ്സിന്റെ അല്ലെങ്കിൽ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നുള്ള ഒരു ഡെഫിനിഷനിലേക്ക് പിന്നെ വന്നു. ആരാ പറഞ്ഞത്? വില്യം ഉണ്ടിറ്റും വില്യം ജെയിംസും ആണ് കേട്ടോ. ആ രണ്ടുപേരെ പേര് പഠിക്കുക. നമ്മുടെ വില്യം ഉണ്ടിറ്റും വില്യം ജെയിംസും എന്താ പറഞ്ഞേ? സൈക്കോളജി എന്ന് പറയുന്നത് സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആണെന്ന് പറഞ്ഞു. എന്നാൽ കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ എന്താ? അവയർനെസ് അല്ലെങ്കിൽ വീക്ക്ഫുൾനെസ്, നമ്മുടെ ബോധമനസ്സിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞു. ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയിലെ ഏറ്റവും കുഞ്ഞു സാധനമാണ് അല്ലെ ബോധ മനസ്സെന്ന് പറയുന്നത്. നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ എപ്പോഴും ബോധത്തോടെയാണ് ഇരിക്കുന്നത്. എന്തൊരു കാര്യം ചെയ്യാലും നമുക്ക് ഈ ബോധം എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ ടൈം നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലാണല്ലേ. നമുക്ക് ബോധ മനസ്സിനെ കുറിച്ചൊന്നും ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. അത് നമുക്ക് ഇനി പറഞ്ഞു വരുമ്പോഴേ അറിയാൻ പറ്റും അല്ലെ. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ബോധ മനസ്സിനേക്കാളും അബോധ മനസ്സിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെ. നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അപ്പൊ നോക്കാം. എന്തായാലും ഈ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധ മനസ്സിനെയും നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. നമ്മുടെ പേഴ്സണാലിറ്റിയിലെ ഏറ്റവും ചെറിയ ഒരു പാർട്ടാണ്, വേണമെങ്കിൽ നമുക്ക് നെഗ്ലിജിബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഈ ബോധ മനസ്സ്. സോ അതിനെ കുറിച്ചുള്ള സ്റ്റഡിയും അല്ലെങ്കിൽ അതാണ് സൈക്കോളജി. സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് ആണ് അല്ലെങ്കിൽ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് സൈക്കോളജി എന്ന് പറയുന്നതും അത്രത്തോളം എഫക്റ്റീവ് അല്ല എന്നുള്ള ആ ഒരു കാരണങ്ങൾ സഹിത ആൾക്കാർ പറഞ്ഞു അത് ശരിയാവില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് വാദിച്ചു, അതിനെതിരെ വാദിച്ചു. സോ നമ്മുടെ ഈ ഒരു കൺസെപ്റ്റും അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷനും അക്സെപ്റ്റ് ചെയ്തില്ല. അതൊന്നും ശരിയല്ല. അപ്പൊ എന്താ പറഞ്ഞ? ആദ്യം സയൻസ് ഓഫ് സോൾ ആണ്, ആത്മാവിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു. നമ്മുടെ പ്ലേറ്റോ ഒക്കെ പറഞ്ഞു, അതും ശരിയായിട്ടില്ല. പിന്നെ രണ്ടാമത് കാന്റ് വന്നു. കാന്റ് എന്താ പറഞ്ഞേ? മൈൻഡിന്റെ സയൻസ് ഓഫ് മൈൻഡ് ആണ്, മനസ്സിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറഞ്ഞു. അതും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. മൂന്നാമതായിട്ട് വന്നത് നമ്മുടെ വില്യം ഉണ്ടിറ്റും വില്യം ജെയിംസും ആണ്. അവർ രണ്ടുപേരും കൂടെ എന്താ പറഞ്ഞേ? സൈക്കോളജി എന്ന് പറയുന്നത് കോൺഷ്യസ്നെസിന്റെ അല്ലെങ്കിൽ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്, ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു. അതും അക്സെപ്റ്റബിൾ അല്ല. അറ്റ് ലാസ്റ്റ് ഇപ്പൊ വന്നിട്ടുള്ളതാണ്, ഇപ്പൊ നിലവിലുള്ളതെന്ന് പറയുന്നത് സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. എന്താണ് സൈക്കോളജി? സൈക്കോളജി എന്ന് പറയുന്നത് ബിഹേവിയർ, ഒരാളുടെ പെരുമാറ്റത്തിന്റെ ശാസ്ത്രമാണ്. ശരിയല്ലേ? നമുക്ക് മനസ്സിലാവില്ല ഒരാള് എന്താണ് സൈക്കോളജി എന്ന് വെച്ചാൽ മനഃശാസ്ത്രമല്ലേ. ഇയാൾ എന്താ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, നമുക്ക് കുറെയൊക്കെ ആളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് പെരുമാറ്റത്തെ മെഷർ ചെയ്തൂടെ? നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ, നമുക്ക് കൗണ്ട് ചെയ്യാനല്ലേ, നമുക്ക് വീക്ഷിക്കാൻ പറ്റും, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ അത് ഏറെക്കുറെ സക്സസ് ആയിരുന്നു, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരുന്നു. അപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആണ്. ഓക്കെ, അതാരാ കൊണ്ടുവന്നത്? നമ്മുടെ JB വാട്സൺ ആണ് കേട്ടോ. അപ്പൊ ഈ കൊണ്ടുവന്ന ആൾക്കാരുടെ പേര് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സൈക്കോളജിയെ കുറിച്ച് ഉള്ള ആദ്യം തൊട്ടുള്ള ആ ഒരു ധാരണകളാണ്. ആദ്യം പറഞ്ഞു നമ്മുടെ ഡെമോക്രാറ്റസും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും പറഞ്ഞു ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് സോൾ, അത് മണ്ടത്തരമാണെന്ന്. പിന്നെ എന്താണ് ബാക്കി വന്ന ആൾക്കാർ പറഞ്ഞു അതെങ്ങനെ ശരിയാവും, നമുക്ക് ആത്മാവിനെ കാണാൻ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെ നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ കഴിയും അല്ലെ. രണ്ടാമത് ആരാ വന്നേ? കാന്റ് വന്ന് പറഞ്ഞു എന്താണ്? സയൻസ് ഓഫ് മൈൻഡ് ആണ്, മനസ്സിന്റെ ശാസ്ത്രമാണ്. അതും ശരിയല്ല, മനസ്സിനെ നമുക്ക് കാണാൻ കഴിയില്ല, ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. സോ അതും ഫ്ലോപ്പായി. മൂന്നാമത് വന്നത് ആരായിരുന്നു? നമ്മുടെ വില്യം ഉണ്ടിറ്റും വില്യം ജെയിംസും ആണ്. പുള്ളി എന്താ പറഞ്ഞേ? ദ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്. ഈ പേരുകൾ പഠിച്ചാൽ മതി കേട്ടോ. കൊണ്ടുവന്നത് ആരെന്നും എന്താ കൊണ്ടുവന്നെന്നുള്ള ആ ഒരു ഐഡിയ ഇതിൽ പഠിച്ചിരുന്നാൽ മതി. വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ഒരു പോർഷനിൽ നിന്നൊന്നും പഠിക്കാനില്ല. അപ്പൊ അതും കോൺഷ്യസ്നെസ്സിനെയും അല്ലെങ്കിൽ ബോധമനസ്സിനെയും അല്ലെങ്കിൽ ഒരു ബോധമണ്ഡലത്തിനെയും നമുക്ക് ഒബ്സർവ് ചെയ്യാനോ വീക്ഷിക്കാനോ പറ്റില്ല. സോ അതും എന്തായി? അക്സെപ്റ്റ് ചെയ്തില്ല. അത് ലാസ്റ്റ് നാലാമത് വന്നത് നമ്മുടെ JB വാട്സൺ ആണ്. വാട്സൺ അറിയാലോ, ഈസ് ദ ഫാദർ ഓഫ് ബിഹേവിയറിസം അല്ലെ. ബിഹേവിയറിസത്തിന്റെ ഫാദർ ആണ് നമ്മുടെ JB വാട്സൺ എന്ന് പറയുന്നത്. പുള്ളി എന്താ പറഞ്ഞേ? പുള്ളി പറഞ്ഞു സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ, നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തിന്റെ ശാസ്ത്രമാണ്, അല്ലെങ്കിൽ വ്യവഹാരം എന്നാ പറയുന്നത് കേട്ടോ. ബിഹേവിയറിന്റെ മലയാളം വ്യവഹാരമാണ്, വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് സൈക്കോളജി എന്നുള്ള കേസ് പറഞ്ഞു. അത് ഒരുവിധം അക്സെപ്റ്റബിൾ ആയിരുന്നു. ഓക്കെ, ശരിയല്ലേ?
ഒബ്ജക്റ്റീവ് അല്ലേ, നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരാളുടെ ബിഹേവിയർ. സോ ബിഹേവിയറിന്റെ സയൻസ് ആണ് സൈക്കോളജി എന്ന് പറഞ്ഞത് അക്സെപ്റ്റബിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്കലും മെന്റലും വരും. ഫിസിക്കൽ ബിഹേവിയറും ഉണ്ട്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻക്ലൂഡ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. മൊത്തത്തിലാണ് മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മൾ പെരുമാറ്റത്തിലൂടെ പുറത്തു വരും അല്ലെ. അങ്ങനെ നമുക്ക് അത്രയും വീക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ അറ്റ് ലാസ്റ്റ് അവസാനമായിട്ട് JB വാട്സൺ പറഞ്ഞ സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ എന്നുള്ള കൺസെപ്റ്റിൽ വന്നാണ് സൈക്കോളജിയുടെ ഡെഫിനിഷൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അറിയാന്നുള്ള കേസാണ്. അപ്പൊ ഓരോരുത്തരും എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് സൈക്കോളജിക്ക് നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി ഉള്ളത്. ഇനി നമുക്ക് സൈക്കോളജിയുടെ നാച്ചർ എന്താണ്, അതിന്റെ നാച്ചറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത്? ബോത്ത് ബയോളജിക്കൽ സയൻസും ആണ് ബിഹേവിയറൽ സയൻസും ആണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജിക്കൽ സയൻസും ആണ് ബിഹേവിയറൽ സയൻസും ആണ്. ഇത് എന്തിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നുണ്ട്? ഇറ്റ് സ്റ്റഡീസ് ദ ഹ്യൂമൻ ബ്രെയിൻ and it tries to search for determinants of memory, motivation and mental disorders. എല്ലാത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കോളജിയിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. ബ്രെയിനിനെ കുറിച്ച്, മെമ്മറിനെ കുറിച്ച്, മോട്ടിവേഷനെ കുറിച്ച്, മെന്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് ഒക്കെ നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയെ കുറിച്ച്, എങ്ങനെയൊക്കെ ഒരാളുടെ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ഫാക്ടറാണ്, അല്ലെങ്കിൽ എന്തൊക്കെ എൻവയോൺമെന്റൽ ഫാക്ടറാണ് ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം എഫക്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് സൈക്കോളജിയിലൂടെ പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. കൾച്ചറൽ പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സൈക്കോളജിയുടെ നേച്ചർ ഓഫ് സൈക്കോളജി. ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്തൊക്കെയാണ് സൈക്കോളജിയിൽ വരുന്നത്. അത് സയൻസ്, ബയോളജിക്കൽ സയൻസ് ആണ്, ബിഹേവിയറൽ സയൻസ് ആണ്. പിന്നെ എന്താണ്? മെമ്മറി, മോട്ടിവേഷൻ, മെന്റൽ ഡിസോർഡറിനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മൾ സൈക്കോളജിയിൽ എന്തൊക്കെയാണ് പഠിച്ചത് അതൊക്കെ തന്നെയാണ് അതിന്റെ നേച്ചർ അല്ലേ. ഓക്കെ, ഇനി ഡെഫിനിഷൻ ഇത് ചോദിക്കും കേട്ടോ. ഇത് മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബാക്കി ആ നേച്ചർ ആണെങ്കിലും ഒന്ന് വായിച്ചിരുന്നാൽ മതി. സൈക്കോളജിയുടെ നേച്ചർ ചോദിക്കാറില്ല, അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഡെഫിനിഷൻ എന്താണ്? മെയിൻ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അത് എക്സാമിന് ചോദിക്കും. ആരൊക്കെ എന്തൊക്കെ ഡെഫിനിഷൻസ് ആണ് പറഞ്ഞതെന്ന്. ഈ സൈക്കോളജിയുടെ ഡെഫിനിഷൻ അല്ല, നമ്മൾ ഇനി പഠിക്കുന്ന എല്ലാ ഡെഫിനിഷനും നിങ്ങൾ ഓർത്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ആരൊക്കെയാണ് പഠിച്ചതെന്ന് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ് ഡെഫിനിഷൻസ്. ഓക്കെ, അപ്പൊ സൈക്കോളജിയെ കുറിച്ച് ആദ്യമായി JB വാട്സൺ അറിയാലോ. പുള്ളിയാണ് ബിഹേവിയറിലൂടെയാണ് സൈക്കോളജി പഠിക്കേണ്ടത് എന്ന് പറഞ്ഞത്. സോ അത്രേ ഉള്ളൂ. ഇദ്ദേഹം എന്താ പറഞ്ഞേ? സൈക്കോളജി ഈസ് ദ പോസിറ്റീവ് സയൻസ് ഓഫ് ബിഹേവിയർ. എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത്? ബിഹേവിയറിന്റെ പോസിറ്റീവ് സയൻസ് ആണ് എന്ന് പറഞ്ഞത് നമ്മുടെ JB വാട്സൺ ആണ്. ആൻഡ് ക്രോ എന്ന് പറയുന്ന ആൾ എന്താ പറഞ്ഞേ? സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് റിലേഷൻഷിപ്പ്. നമ്മുടെ വാട്സൺ പറഞ്ഞ ബിഹേവിയർ കഴിഞ്ഞിട്ട് പുള്ളി എന്തും കൂടെ പറഞ്ഞു? ബിഹേവിയറും റിലേഷൻഷിപ്പും. ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു വേർഡും കൂടെ ആഡ് ചെയ്തല്ലേ, ക്രോ. സൈക്കോളജി എന്ന് പറയുന്നത് എന്തോന്നാണ്? ഹ്യൂമൻ ബിഹേവിയറിന്റെയും റിലേഷൻഷിപ്പിന്റെയും സ്റ്റഡി ആണ്. അത് രണ്ടിനെയും കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്നാണ് നമ്മുടെ ക്രോ പറഞ്ഞത്. ഇനി ജോൺ ഡ്യൂവി എന്താ പറഞ്ഞേ? സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ദി ഫാക്ട് ഓർ ഫിനോമിന ഓഫ് സെൽഫ്. എന്തൊക്കെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്? ഫാക്ടിന്റെയും ഫിനോമിനയുടെയും സയൻസ് ആണ്. ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് ദി ഫാക്ട്സ് ഓർ ഫിനോമിന ഓഫ് സെൽഫ്. ഓക്കെ, ഒരാളുടെ ഫാക്ടിന്റെയും ഫിനോമിനയുടെ ഒക്കെ സയൻസ് ആണ് സൈക്കോളജി എന്നാണ് നമ്മുടെ ജോൺ ഡ്യൂവി പറഞ്ഞത്. ഓക്കെ, കട്ട്കോഫ് എന്താ പറഞ്ഞേ? സൈക്കോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ലിവിംഗ് ക്രിയേച്ചർ ഇൻ ദയർ കോണ്ടാക്ട് വിത്ത് ദി ലിവിംഗ് വേൾഡ് അല്ലെ. അതായത് ലിവിംഗ് ക്രിയേച്ചർ അത് കോണ്ടാക്റ്റിൽ വരുന്ന ലിവിംഗ് വേൾഡുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇദ്ദേഹം ലിവിംഗ് ക്രിയേച്ചറിന്റെ ബിഹേവിയറിനെ കണക്ട് ചെയ്തത് അല്ലെ. അപ്പൊ ഇവിടെ ബിഹേവിയറും വരുന്നുണ്ട്, ലിവിംഗ് വേൾഡും വരുന്നുണ്ട്. അതായത് ഏതൊരു ലിവിംഗ് ക്രിയേച്ചറും, ജീവനുള്ള ഏതൊരു വസ്തുക്കളുടെയും ബിഹേവിയറും അതിന്റെ ലിവിംഗ് വേൾഡിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ലിവിംഗ് വേൾഡ് ഇതിന്റെ ബിഹേവിയറിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ് സൈക്കോളജി എന്നാണ് കട്ട്കോഫ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മുടെ നോക്കാം ഒന്നും കൂടെ. വാട്സണും ബിഹേവിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞ പോസിറ്റീവ് സയൻസ് ഓഫ് ബിഹേവിയർ എന്നാണ്. നമ്മുടെ ക്രോ ആ ബിഹേവിയറും റിലേഷൻഷിപ്പും തമ്മിലുള്ള സയൻസ് എന്ന് പറഞ്ഞല്ലേ.
കട്കോഫ്ക എന്താ പറഞ്ഞേ? ബിഹേവിയറിനെയും പറഞ്ഞു, അതുപോലെ ലിവിങ് വേൾഡും പറഞ്ഞു. ഇപ്പൊ ലിവിങ് വേൾഡിൽ ഒരു ക്രിയേച്ചറിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ലിവിങ് വേൾഡ് എങ്ങനെയാണ് അതിനെ എഫക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡി ആണ് സൈക്കോളജി എന്നാണ് ആര് പറഞ്ഞത്? കട്കോഫ്ക പറഞ്ഞത്. ലാസ്റ്റ് സ്കിന്നർ എന്താ പറഞ്ഞത്? സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ അത് മാറിപ്പോവല്ലേ. ബിഹേവിയർ എല്ലാവരും ബിഹേവിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്കിന്നർ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്, അനുഭവങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും സയൻസ് ആണ് സൈക്കോളജി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ക്രോ ആൻഡ് ക്രോ എന്താ പറഞ്ഞത്? ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് റിലേഷൻഷിപ്പ് എന്നാണ്. അപ്പൊ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ ഇത് രണ്ടും മാറിപ്പോവല്ലേ. ഓക്കെ, ക്രോ ആൻഡ് ക്രോ എന്താ പറഞ്ഞേ? ബിഹേവിയറും റിലേഷൻഷിപ്പും ആണ്. സ്കിന്നർ എന്താ പറഞ്ഞേ? ബിഹേവിയറും എക്സ്പീരിയൻസുമാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? അത് ശ്രദ്ധിച്ച് ഓർത്ത് പഠിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അത്രയാണ് ഡെഫിനിഷൻസിന്റെ എന്നുള്ള ഏരിയയിൽ വരുന്നത്. സൈക്കോളജി എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിന്റെ ഡെഫിനിഷൻസ് നോക്കി. ഇനി എന്താണ് ഫോക്കൽ ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഏതിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്തൊക്കെയാണ്? ലേണറിനെ അല്ലെ. സ്വാഭാവികമായിട്ടും ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പം ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്, അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്, ടീച്ചർ സെന്റേർഡ് അല്ല. സോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് വെച്ചാൽ എന്താ? സൈക്കോളജി എഡ്യൂക്കേഷണൽ ഫീൽഡിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. സൈക്കോളജി ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ അതില് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിയില് മേജർ ആയിട്ട് ആരെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ദ ലേണർ അല്ലെ. ലേണറിനെ ഫോക്കസ് ചെയ്തുള്ളതാണ്. നെക്സ്റ്റ് എന്താണ്? ദ ലേണിംഗ് പ്രോസസ്. ആൾ എങ്ങനെയാ പഠിക്കേണ്ടേ, കുട്ടികളാണെങ്കിൽ എങ്ങനെയാ പഠിക്കുന്നത്, ആ ഒരു ലേണിംഗ് പ്രോസസ്. തേർഡ് വൺ ലേണിംഗ് സിറ്റുവേഷൻ. ഓക്കെ, തേർഡ് വൺ എന്താണ്? ലേണിംഗ് സിറ്റുവേഷൻ. ആൻഡ് ഫോർത്ത് വൺ ഈസ് ടീച്ചിങ് സിറ്റുവേഷൻ. ടീച്ചിങ് സിറ്റുവേഷനും എഫക്ട് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ ഈസ് ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് പെർഫോമൻസ്. എങ്ങനെയാണ് ഒരാളുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഈ വക കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 5 മേജർ ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലേണർ ഉണ്ട്, ലേണിംഗ് പ്രോസസ് ഉണ്ട്, ലേണിംഗ് സിറ്റുവേഷൻ ഉണ്ട്, ടീച്ചിങ് സിറ്റുവേഷൻ ഉണ്ട്, അതിന്റെ ലാസ്റ്റ് വൺ ഈസ് ഇവാലുവേഷൻ ഓഫ് ലേണിംഗ് പെർഫോമൻസ്. ഓക്കെ, 5 ക്ലിയർ അല്ലേ? 5 ക്ലിയർ ആയിട്ടല്ലോ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ 5 കേസുകളാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ മെയിൻ ആയിട്ടുള്ള ഏരിയ. ഇനി എന്തൊക്കെ സ്കോപ്പാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലുള്ളത്, എന്തൊക്കെയാണുള്ളത്? നമുക്ക് അറിയാവുന്ന കേസുകൾ തന്നെയാണ്. ഒക്കെ കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, വായിച്ചിരുന്നാൽ തന്നെ നമുക്ക് ഓർമ്മയിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഈ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഹെൽപ്പ് ഇൻ ദ റിയലൈസേഷൻ ഓഫ് ദി എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ. എന്താണ് എഡ്യൂക്കേഷന്റെ എയിം എന്നുള്ള ഇതിന്റെ ആ ഒരു റിയലൈസേഷൻ നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലൂടെ കിട്ടും. ആൻഡ് നോളജ് അബൌട്ട് ദി ലേണർ ഈസ് ആസ് നെസസറി ആസ് ദ നോളജ് ഓഫ് ദി സബ്ജക്ട്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഓരോ ലേണറും നമുക്ക് എന്താ സബ്ജക്ട് മനസ്സിലാക്കി പഠിക്കണം അല്ലെ. അപ്പൊ ലേണറിന് എന്തൊക്കെ അറിയാം, സബ്ജക്റ്റിനെ കുറിച്ച് എന്തൊക്കെ അറിയാം, എത്രമാത്രം പഠിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ മനസ്സിലാവാം. പിന്നെ എന്താ? ഫൈൻഡിങ്സ് ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി ക്യാൻ ബി യൂസ്ഡ് ഇൻ ടീച്ചിങ് മെത്തേഡ് ആൻഡ് സ്ട്രാറ്റജീസ്. ടീച്ചിങ് മെത്തേഡ്സിനെ സ്ട്രാറ്റജിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. ആൻഡ് ടീച്ചറിനെ ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അണ്ടർസ്റ്റാൻഡ് ദ ലേണർ അല്ലെ. സൈക്കോളജി ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിലൂടെ നമുക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായോ? ടീച്ചറിന് മനസ്സിലാവൂലേ? നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ വെച്ച് അല്ലെങ്കിൽ ബിഹേവിയർ വെച്ച് നമുക്ക് മനസ്സിലാവൂലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ, ആ കുട്ടി ഓക്കെ ആണോ, കുട്ടിക്ക് പഠിക്കാൻ വില്ലിങ് ആണോ എന്നൊക്കെ ഉള്ള ആ ഒരു കേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സൈക്കോളജിയിലൂടെ അല്ലെങ്കിൽ കുട്ടിയുടെ പെരുമാറ്റത്തിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ടീച്ചറിന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അണ്ടർസ്റ്റാൻഡ് ദി ലേണർ അറ്റ് കാറ്റർ ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡെവലപ്മെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? കുട്ടികളെ പഠിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാം ഇടുമ്പോൾ നമുക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ, ഓക്കെ പഠിച്ചു വരുന്നുണ്ടോ എന്നുള്ള ഒരു കേസ് ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, അണ്ടർസ്റ്റാൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഇതൊക്കെ എന്താണ്? എഡ്യൂക്കേഷണൽ സൈക്കോളജി ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതികളാണ്. ഓക്കെ, ഇനി സിഗ്നിഫിക്കൻസ്. എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ സിഗ്നിഫിക്കൻസ്? ഫസ്റ്റ് വൺ, understand the nature of classroom learning, then understand effective method of teaching,
frame the curriculum, measure learning outcomes, develop scientific attitudes, understand the learning process through learning theories, learn the function of the human brain and nervous system in learning, design activities for students, develop tools for research, inculcate suitable character traits in the students, deal with the എക്സെപ്ഷണൽ ചിൽഡ്രൻ ആൻഡ് ദെയർ നീഡ്സ്. ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കേസുകളാണല്ലോ, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതൊക്കെ എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജി ടീച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന കേസുകളാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഇതൊക്കെ പഠിക്കുക. ഓക്കെ, അടുത്ത ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി. എന്താണ് നമ്മുടെ സൈക്കോളജിയുടെ ബ്രാഞ്ചസ്? നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. നമുക്ക് മെയിൻ ആയിട്ട് സൈക്കോളജിയെ 2 കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ്? മെയിൻ ആയിട്ട് നമ്മുടെ സൈക്കോളജി 2ആയി തിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് സ്റ്റഡീസ്. ഓക്കെ, എന്താണ് സൈക്കോളജിയിൽ എന്തൊക്കെ പഠിക്കുന്നു എന്നതിനെ ബേസ് ചെയ്ത് നമുക്കിതിനെ 2ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ പ്യുവർ സൈക്കോളജി. പ്യുവർ സൈക്കോളജി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, മലയാളത്തിൽ നമ്മൾ കേവല മനഃശാസ്ത്രം എന്ന് പറയും. അതായത് ജസ്റ്റ് തിയറീസ് മാത്രം പഠിക്കുന്നു. ഓക്കെ, ജസ്റ്റ് എന്താണ് ആ കാര്യം അല്ലെങ്കിൽ എന്താണ് ആ ഒരു സംഭവം എന്നുള്ള ജസ്റ്റ് തിയറി മാത്രം പഠിക്കുന്നതിനെയാണ് നമ്മൾ പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അപ്ലൈഡ് സൈക്കോളജി. നമ്മൾ മലയാളത്തിൽ പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറയും. എന്താണ് അപ്ലൈഡ് സൈക്കോളജിയിൽ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, നമ്മൾ ആ പ്യുവർ സൈക്കോളജിയിൽ പഠിച്ച തിയറീസ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന തിയറീസ് നമ്മൾ അപ്ലൈ ചെയ്ത് വരുന്ന സൈക്കോളജിയാണ് അപ്ലൈഡ് സൈക്കോളജി. നമ്മളൊരു എക്സാമ്പിൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അപ്പൊ പ്യുവർ സൈക്കോളജി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എന്താ പ്രിൻസിപ്പിൾസും തിയറീസും ജസ്റ്റ് അത് മാത്രം പഠിച്ചു പോകുന്ന കേസുകളാണ് പ്യുവർ സൈക്കോളജി. എക്സാമ്പിൾ എന്താണ്? ജനറൽ സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, പാരസൈക്കോളജി ഒക്കെ എന്താണ്? നമ്മൾ ജസ്റ്റ് തിയറീസ് മാത്രമേ പഠിച്ചു പോകുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെയൊക്കെ വരുന്നതിനെ നമ്മൾ പ്യുവർ സൈക്കോളജി എന്ന് പറയും. ഇനി അപ്ലൈഡ് സൈക്കോളജി വരുമ്പോൾ എന്താണ്? നമ്മൾ പഠിച്ച ആ ഒരു കേസ് എന്ത് ചെയ്യുന്നുണ്ട്? ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അപ്ലൈഡ് സൈക്കോളജിയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? നമ്മൾ പഠിച്ച കേസുകൾ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, വെറുതെ പഠിച്ചു വെച്ചിരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നു. അത് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു അപ്ലൈഡ് സൈക്കോളജി ആണ്. നെക്സ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജി. എന്താണ്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്ലിനിക്കൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നു. അതുപോലെ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഫോറൻസിക് സൈക്കോളജി ഉണ്ട്, മിലിറ്ററി സൈക്കോളജി ഉണ്ട്, പൊളിറ്റിക്കൽ സൈക്കോളജി ഉണ്ട്. ഇതൊക്കെ നമ്മൾ അതാത് ഫീൽഡിൽ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പഠിച്ച കേസുകൾ അതാത് ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതാണ് എന്താണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, സൈക്കോളജി മെയിൻ ആയിട്ട് 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ പ്യുവർ സൈക്കോളജി, ജസ്റ്റ് തിയറീസ് മാത്രം പഠിക്കുന്ന, അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് തിയറീസ് പഠിക്കുന്നു. അപ്ലൈഡ് സൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ്? പഠിച്ച കാര്യങ്ങളൊക്കെ മെത്തേഡും ടെക്നിക്കും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ നമ്മൾ ഈ പഠിച്ച കേസുകൾ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തുള്ള സൈക്കോളജിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡ് ഓഫ് സൈക്കോളജിനെയാണ്, ഫീൽഡ് ഓഫ് സ്റ്റഡീനെയാണ് അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? ഇത് പ്യുവർ സൈക്കോളജിക്ക് എക്സാമ്പിൾ ആണ്. ഇത്രയും ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ഉണ്ട്. പ്യുവറും അപ്ലൈഡും ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആണ്. അബ്നോർമൽ സൈക്കോളജി ഉണ്ട്. അബ്നോർമൽ എന്ന് വെച്ചാൽ എന്താ? സാധാരണയായിട്ടുള്ള ആൾക്കാരെ കുറിച്ചുള്ള പഠനം. അഡൽട്ട് സൈക്കോളജി എന്ന് വെച്ചാൽ അഡൽട്ടിനെ കുറിച്ചുള്ള അവരെ കുറിച്ചുള്ള പഠനമാണ്. അനിമൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? അനിമൽസിനെ കുറിച്ചുള്ള സൈക്കോളജി. അപ്ലൈഡ് സൈക്കോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു. ചൈൽഡ് സൈക്കോളജി എന്ന് വെച്ചാൽ കുട്ടികളെ കുറിച്ചുള്ള പഠനമാണ്. നമ്മൾ കൂടുതലും ബി എഡിൽ പഠിക്കുന്നത് എന്താണ്? ചൈൽഡ് സൈക്കോളജി ആണ് അല്ലെ. നമുക്ക് 10 വരെയുള്ള കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചാൽ പോരെ. സോ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണ്. പിന്നെ ഡെവലപ്മെന്റ് സൈക്കോളജി ഉണ്ട്, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ട്, എക്സ്പെരിമെന്റൽ സൈക്കോളജി ഉണ്ട്, ജനറൽ സൈക്കോളജി, ജനറൽ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ജനറൽ സൈക്കോളജിയിൽ വരുന്നത്. ഇൻഡിവിജ്വൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, പാരാസൈക്കോളജി ഉണ്ട്, സോഷ്യൽ സൈക്കോളജി, പിന്നെ ഫിസിയോളജിക്കൽ സൈക്കോളജി. ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട് സൈക്കോളജിക്ക്. ഇങ്ങനെ ഓരോരോ ബ്രാഞ്ചസ് ഉണ്ട്. ഈ ബ്രാഞ്ചസ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുമാണ്. സോ എന്താണ്? ഇത്രയാണ് സൈക്കോളജി. ഇത്രയും സൈക്കോളജി ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത് ഓരോന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഡെഫിനിഷൻസ് മെയിൻ ആയിട്ട് പഠിക്കുക. നമ്മുടെ സൈക്കോളജിയുടെ പേര് വന്ന വഴി പഠിക്കുക കേട്ടോ. ഓരോ ആൾക്കാരും എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് പഠിക്കുക. അപ്പൊ തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൈക്കോളജിയുടെ ജസ്റ്റ് ഇൻട്രോഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്.
എല്ലാം എന്ത് ചെയ്യാം, നമുക്ക് അറിയാവുന്ന കേസുകൾ തന്നെയാണ്, വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാ, നന്നായിട്ട് പഠിക്കുക. ബാക്കിയുള്ള കേസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.